ഇത് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ആലപ്പുഴ വാകേശ്ശേരി ഉണ്ടാക്കുന്നതാണ്. അപ്പം മെയ്ഡ് ഇൻ ആലപ്പി ആണ്, മെയ്ഡ് ഇൻ ആലപ്പി. ഈ ലെൻസ് ആണ് പ്രധാനം. ലെൻസ് എന്ന് പറയുന്ന ഇത് വന്നിട്ട് റോഡൻ സ്റ്റോക്കിന്റെ ആണ്. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. ഞാൻ ഇതേ ഉപയോഗിക്കുള്ളൂ കിട്ടും. ഇത് ഏത് കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറയാ? ഇതിപ്പോ എനിക്ക് 63 വർഷം. 63 വർഷം. അത്രയും പഴക്കമുണ്ട്. അത്രയും പഴക്കമുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു സ്ലൈഡ് ഉണ്ട്. ആ സ്ലൈഡ് ഡാർക്ക് റൂമിൽ പോയി ഫിലിം ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് ഇതിലിടും. ഇട്ടിട്ട് ഇത് അപ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ ഇവിടെ ഇരുത്തി റെഡിയാക്കിയിരിക്കുക. എന്നിട്ട് പതുക്കെ വലിക്കും. വലിച്ചേച്ച് നമ്മൾ ആൾക്കാരെയൊക്കെ നോക്കി ഇങ്ങനെ ഇത് ക്യാമറ പിടിച്ച് റെഡി പ്ലീസ് റെഡി എന്ന് പറയുക. അങ്ങനെ അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് വലിച്ചെടുക്കുക. എക്സ്പോസിംഗ് ടൈം ആണ്. ഓ, അത് ശരി. പറഞ്ഞ മനസ്സിലായി. ഇങ്ങനെ നമ്മൾ ഈ അടപ്പ് ഇങ്ങോട്ട് മാറ്റുന്ന സമയമാണ് അവരുടെ ചിത്രം പതിയുന്നത്. എനിക്ക് മമ്മൂട്ടിയുടെ പടം എടുക്കണം ഒരാഗ്രഹമുണ്ട്. നമ്മുടെ ആദ്യകാലത്തെ കുറെ പടങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഉമ്മൻചാണ്ടി സാറിന് പിന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ പുള്ളി യൂത്ത് കോൺഗ്രസിലുള്ള സമയത്ത് അല്ലാണ്ട് കുറച്ച് പേര് ഉന്തി തള്ളി ഇവിടെ കൊണ്ടുവന്നു. അത് ശരി. കൃഷ്ണൻകുട്ടി പടം എടുക്കണം. പുള്ളി ഷർട്ട് കീറുക. അപ്പോൾ ഷർട്ട് കീറുക. ഇതൊക്കെ മതി എന്നൊക്കെ പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ ആരാളുടെ ഷർട്ട് ഊരാൻ നോക്കിയിരിക്കും, പാകാതെയല്ല. അങ്ങനെ പോയി. പിന്നെ വേറൊരു സമയത്ത് വന്ന് എടുത്തിട്ട് അവിടെ ഇരിക്കുന്നത്. ഇന്ന് ഇപ്പൊ 63 വർഷം ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഈ രംഗത്തെത്തിയിട്ട് ഈ ആർ ബ്ലോക്കിലെ ആ ഒരു പടം കൊണ്ട് അറിയാതെ തന്നെ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ വൈറലായി. അതാണ് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് ഏതാണ്ട് ദൈവം മാധുരിച്ചാനെ കൊണ്ട് പറയിപ്പിച്ച പോലെയാണ്. ഒരു കവർ തന്നു. ഞാൻ നോക്കുമ്പോൾ 500 രൂപയുടെ ഒരു ചെക്ക്. അന്നത്തെ കാലമാണ്. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോട്ടയത്തെ എന്നല്ല, മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും പരമ്പരാഗതമായ സ്റ്റുഡിയോയിലാണ്. ചിത്ര സ്റ്റുഡിയോ. PN കൃഷ്ണൻകുട്ടി നായർ എന്നാണ് ഈ സ്റ്റുഡിയോയുടെ ഉടമയുടെ പേര് എന്നെങ്കിലും അദ്ദേഹത്തെ ആ പേരിലല്ല അറിയപ്പെടുന്നത്. ചിത്ര കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് നല്ല ചിത്രങ്ങളെ സ്നേഹിക്കുന്നവരെ അവരുടെ ഇടയിൽ, ഫോട്ടോഗ്രാഫർമാരുടെ ഇടയിൽ ചിത്ര കൃഷ്ണൻകുട്ടി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കോട്ടയം തിരുനക്കരയിലുള്ള ചിത്ര സ്റ്റുഡിയോയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ചിത്ര കൃഷ്ണൻകുട്ടിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റുഡിയോ രംഗത്തേക്ക്, ഫോട്ടോഗ്രാഫി രംഗത്തേക്കുള്ള ഒരു വരവ്? ഞാൻ പഠിക്കാനായിട്ട് വളരെ മിടുക്കനായിരുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സിലായി, വളരെ വർഷങ്ങളൊക്കെ ഇരുന്നാണ് നന്നായിട്ട് പഠിച്ചു പോകുമായിരുന്നു. നന്നായിട്ട് പഠിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നാമത്തെ കാര്യം, എൻ്റെ ഫാദർ ആദ്യകാലത്ത് ആലപ്പുഴയായിരുന്നു. അപ്പം അവിടെ സ്കൂളിൽ പഠിച്ചു. മദർ ഹൗസ് കൊടമാളൂര. അപ്പം അവിടെയും വന്നിട്ട് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ, എൻ്റെ അച്ഛൻ്റെ വീട് അമേന്നൂരാണ്. അപ്പോൾ അമേന്നൂർ വന്നപ്പോൾ അമേന്നൂരും പഠിച്ചു. പിന്നെ വീണ്ടും പലയിടത്ത് പോയി, വീണ്ടും വന്നിട്ട് കൊടമാളൂർ പോയി അമേന്നൂർ വന്നു. അങ്ങനെ വന്ന് ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഒരു ക്ലാസ്സിൽ മാക്സിമം 4 വർഷമൊക്കെ ഞാൻ പഠിക്കും. അതെ, 4 വർഷം പഠിച്ച് അവസാനം. പക്ഷേ എനിക്ക് വേറെ, ഞാനൊന്ന് ഒരു മദ്യപാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ പഠിത്തം മോശമാണ്, സാറുമാർക്കൊക്കെ വലിയ കാര്യമാണ്. ഞാൻ ഈ സ്റ്റുഡിയോ തുടങ്ങുന്നത് കോട്ടയത്തുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ ഹെൽപ്പാണ്. അപ്പോൾ ഇവിടെ പണി നടക്കുന്നു. ആ സമയത്ത് പേരിടണം. പേരിടാനായിട്ട് അന്ന് നമ്മുടെ അരവിന്ദൻ്റെ അനിയൻ ഗോപൻ ചേട്ടൻ റബ്ബർ ബോർഡിലുള്ള സേതു, അപ്പോൾ ഇവർ രണ്ടുപേരും പേരിടാൻ ഏൽപ്പിച്ചു. അപ്പം അവർ യൂണിയൻ ഓട്ടോമൊബൈൽ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ ഒക്കെ റിലേഷനാണ് ഇപ്പോൾ അരവിന്ദന്. ഗോപൻ. അപ്പോൾ ഗോപൻ ചേട്ടനോ കൂടെ ഇട്ട് അവരിട്ട പേരാണ് ചിത്ര. അല്ലാതെ എനിക്ക് ചിത്ര എന്ന് പഠിക്കാൻ എന്നെ പിള്ളേർക്കും ഒരു പേര്, എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു. അവരിട്ടു, ഞാനും ഇട്ടു. ഞാൻ സ്വയമായിട്ട് കണ്ടെത്തിയതാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ അതിന് കാണാൻ വേറൊന്നുമല്ല, ഈ സ്കൂളുകളിലൊക്കെ ഫോട്ടോഗ്രാഫർ വരികയും അവരന്നത്തെ കാലത്ത് അവരുടെ ബോഡി ലാംഗ്വേജും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നി. പിന്നെ ഡ്രോയിങ് മറ്റു കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു അല്പം താല്പര്യവും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ കൊടമാളൂര് എൻ്റെ മദർ ഹൗസിൻ്റെ അവിടെ ഒരു ശങ്കരൻകുട്ടി ചേട്ടൻ
അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പറഞ്ഞു ശങ്കരപിടിച്ചിട്ട് എനിക്കിത് പഠിച്ചാൽ കൊള്ളാം. അപ്പോൾ അന്ന് പുള്ളി കോട്ടയത്തെ എന്നോബ്ര സ്റ്റുഡിയോയില്ല. അപ്പം എന്നെ നിരുത്സാഹപ്പെടുത്തി. അല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്, അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ഈ പിഞ്ഞാണം കഴുകണം, ഒരു വളരെ വലിയ പാടാണ് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞ് വളരെ പാടുപെട്ട് അവസാനം പുള്ളി സമ്മതിച്ചു. അപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഫോട്ടോ പരസ്യം. അപ്പോൾ അവിടെ കുഞ്ഞുണ്ണി മാഷെന്നും പറഞ്ഞൊരാളെ. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലൊക്കെ ജോലി ചെയ്ത് നല്ലൊരു പ്രഗത്ഭ ഫോട്ടോഗ്രാഫറാണ്. ഈ പോർട്രേറ്റ്സ് എടുക്കാനും സ്റ്റുഡിയോ വർക്കുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ പുള്ളി ശങ്കരൻകുട്ടി ചേട്ടനോട് പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ഒരു നല്ല പയ്യനെ കിട്ടിയാൽ കൊള്ളാം, ഞാൻ പഠിപ്പിച്ചെടുത്തോളാം. അങ്ങനെ ആ ചാൻസിൽ ഞാൻ അവിടെ പോയി. അത് ഏത് വർഷമായിരുന്നു? അത് ഏതാണ്ട് 74 ഇപ്പോൾ 63 വർഷം ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഈ രംഗത്തെത്തിയിട്ട് 63 വർഷമായി. അപ്പോൾ അങ്ങനെ അവിടെ പോയി. അപ്പോൾ അത് വീട്ടിൽ നിന്ന് വരില്ല, വീട്ടുകാർക്ക് ഇഷ്ടമല്ല ഈ ഫോട്ടോഗ്രാഫിക്ക് പോകും. അച്ഛൻ്റെ അമ്മ. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഈ ഓലമിടയും ഒന്നിച്ച് കൊടുക്കും. അല്ലല്ല, പുള്ളിക്കാരത്തി ചെയ്യും. എന്നിട്ട് അത് ഇഷ്ടമുള്ളവർക്ക് പൈസ ഇങ്ങനെ കൊടുക്കും, വേറെ ആരും കൊടുക്കില്ല. അപ്പം അങ്ങനെ എനിക്ക് അതിൽ നിന്ന് 10-200 രൂപ എന്നിട്ട് 200 രൂപ എടുത്ത് 100 രൂപ ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ. കേരളത്തിൽ അന്ന് വലിയ പ്രധാന. അപ്പം ആ സമയത്ത് ഈ വർക്ക് ഇവിടെ വരുമ്പോൾ അവർ ഫോട്ടോ എടുക്കും. എൻ്റെ ആശാന്റെ അകത്ത് കയറി ഡെവലപ്പ് ചെയ്ത് അന്നേരം തന്നെ ഇതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കും. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അവസാനം ഞാനും ഒരു ദിവസം അകത്ത് കയറിയ, എനിക്കൊന്നും കാണത്തില്ല, ഇരുട്ടത്താണ് ചെയ്യുന്നത്. പിന്നെ കോപ്പി എടുക്കുമ്പോഴത്തേക്ക് റെഡ് ലൈറ്റ് ഉണ്ട്, അപ്പം നമുക്കതൊക്കെ കാണാം. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇത് ഈ ക്യാമറയ്ക്കകത്ത് 12 എക്സ്പോഷർ ആണെങ്കിൽ 8 എടുക്കും. അപ്പം നമ്മൾ 9 വെച്ച് ഒരു ഉദ്ദേശം വെച്ച് ഇത് മുറിച്ചിട്ട് ഇത് ചുരുട്ടി എടുത്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ്. അത് എന്നെ പുള്ളി പഠിപ്പിച്ചു. അങ്ങനെ അതെന്നെ പഠിപ്പിച്ച് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത്. അപ്പോൾ ഈ കോപ്പി ട്രാൻസ്പോർട്ടിന് അവിടെ നിന്ന് കേരളത്തിന് താഴെയാണ്. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് അവർക്ക് എന്നെ വലിയ താല്പര്യമായി. ഡെസ്കിലിരിക്കുന്ന KM മുറുകി, കേശവൻ നായർ, ഇങ്ങനെയുള്ള ആൾക്കാർ കുറേ പേര് അവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് താല്പര്യമായി, അവർക്ക് എന്നോട് താല്പര്യമായി. അങ്ങനെ വന്നപ്പോൾ ഇവരൊരു ഫോട്ടോ എടുക്കാനായിട്ട് റാന്നിയിൽ ഒരു സ്പോർട്സിൻ്റെ പടം എടുക്കാനായിട്ട് അവരുടെ ഒരു ക്യാമറ, മാമിയ ക്യാമറയാണ്. അപ്പോൾ അത് ചാണ്ടി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഈ ക്യാമറ മുറിച്ച് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ എനിക്കറിയാം, അങ്ങനെ ഒരു പരിചയമുണ്ട്. അപ്പോൾ പിന്നെ ഈ ക്യാമറയുടെയൊക്കെ ഉദ്ദേശമൊക്കെ വെച്ച് ഞാൻ പോയി. കേരളത്തിലാണ് ഏറ്റവും വില കൂടി ക്യാമറ ഉള്ളത്. പിന്നെ ലിനോഫ് എന്നൊക്കെ ഉള്ള ക്യാമറയൊക്കെ അന്ന് അവിടെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ആ ഒരു പടം എടുത്ത് പത്രത്തിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ വന്നൊരു 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് മാതൃഭൂമിയിൽ നിന്ന് ചെല്ലമുള്ള ചേട്ടൻ വന്നിട്ട് എൻ്റെ ആശാനോട് പറഞ്ഞു, എനിക്കൊരാളെ വിട്ടു തരണം, ഒരു പടം എടുക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കാറിലാണ് വന്നു. അപ്പോൾ ആ കാറിൽ വന്ന് ഞാൻ പോയി തിരുവല്ലയിൽ പോയി ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, കടപ്പാട്ടൂർ പോലെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. വളരെ രഹസ്യമായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയത്, എടുത്തു, അത് കൊടുത്തു, അത് പത്രത്തിൽ വന്നു. പിന്നെ അങ്ങനെ ഒരു മാതൃഭൂമിക്ക് എന്നെ വിളിക്കാൻ തുടങ്ങി. മാതൃഭൂമിക്ക് ഫോട്ടോ എടുക്കാൻ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കേരളഭൂഷൺ കേരളത്തിൽ മാതൃഭൂമിയായി. അപ്പോൾ പ്രസ് ക്ലബ്ബായി. അപ്പോൾ പ്രസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ പോകാൻ തുടങ്ങി. അപ്പോൾ എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധമായെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നോക്കുമ്പം KM റോയി, കേശവൻ നായർ, ഒരു കൊച്ചുപിള്ള, തനിതരം വത്സരൻ ഇന്നുമുണ്ട്, വത്സരന് അങ്ങനെ ഒരുപാട്. പിന്നെ ജനയുഗം ഗോവിച്ചേട്ടന്, ഒരു കേരള ടൈംസ് സൂപ്പർവൈസർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ എന്നെ വലിയ കാര്യവും. അപ്പം പലയിടത്തും പോകുമ്പോൾ എന്ന് വെച്ചാൽ അന്ന് ഫോട്ടോഗ്രാഫർ ഇല്ലല്ലോ. മനോരമയുടെ ഒരു ഓൾ ഇന്ത്യ ഫോട്ടോഗ്രാഫേഴ്സ് എക്സിബിഷനും ഒരു അവാർഡും. അപ്പോൾ അന്ന് ആ കമ്മിറ്റി ഞാനുണ്ട്. ഇവിടെ വേറെ ഫോട്ടോഗ്രാഫേഴ്സ് അല്ല, മനോരമയിൽ സേവ്യർ, വർഗീസ്, പിന്നെ ദീപികയ്ക്ക് ഒരു ഫോട്ടോഗ്രാഫർ, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനും അതിനകത്ത് വന്നു. അപ്പം ഞങ്ങൾ ആ പരിപാടി ഭംഗിയായിട്ട് നടത്തി മാമാപ്പിളായിരുന്നു. അപ്പോൾ NN വാഞ്ചു ഗവർണറാണ് അതിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ പ്രസംഗിക്കാൻ നേരത്ത് ഈ മാത്തുകുട്ടിച്ചായൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ ഫോട്ടോഗ്രാഫറും വന്നിട്ടുണ്ട്, നിങ്ങളിവിടെ നിങ്ങളുടെ പടങ്ങൾ വന്നു, അതിൻ്റെ അവാർഡ് കാര്യങ്ങളെല്ലാം കഴിയും. നിങ്ങൾ ആർബ്ലോക്ക് ഇപ്പോൾ കാണാൻ പോകുന്നുണ്ട് കുട്ടനാടിന് ഒരു നല്ല ഫോട്ടോ എടുക്കുന്ന, ഇതിൽ നിന്നുള്ള എല്ലാ ഫോട്ടോഗ്രാഫറും കൂടി എടുക്കുക, അതിന് ഒരു അവാർഡ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങൾ ആർബ്ലോക്കിൽ പോകും. അപ്പോൾ ആർബ്ലോക്ക് പോയി പിന്നെ പകല ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പോയി ആ കൂട്ടത്തിൽ ഞാൻ പോയി. ഞങ്ങൾ പോട്ടെ, ഇവരെയൊന്നും വെള്ളത്തിൽ പോകാതെ, നമ്മളൊക്കെ സംഘാടകരാ.
നമ്മൾ സംഘാടകരാണ്. അപ്പോൾ എല്ലാവരും ബോട്ടിലൊക്കെ കയറ്റി ബോട്ടിൻ്റെ പുറമെ കയറുന്നു. എൻ്റെ കയ്യിൽ റോളി ഫ്ലക്സ് ഒരു ക്യാമറ ഉണ്ട്, ഞാൻ തൂക്കിയിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ വന്ന്. അപ്പോൾ സേവറും എന്നോട് പറഞ്ഞു കൃഷ്ണൻകുട്ടി ഫോട്ടോ കൊടുക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവരെല്ലാം കയറ്റി ബോട്ടിൻ്റെ പുറമെ നിൽക്കുക. ഞാൻ ഉടനെ ക്യാമറ ഒന്നും ഫിലിമില്ല, ഫിലിം എടുത്തിട്ടില്ല, ഞാൻ മറന്നുപോയി. ഈ തിരക്കിനിടയിൽ ഫിലിം ലോഡ് ചെയ്തിട്ടുമില്ല, ഒരു എക്സ്ട്രാ ഫിലിം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ സേവർ എനിക്കൊരു അക്വൈഡ് ഒരു റോള്. അപ്പം അതേ ഞാനൊരു പടം എടുത്തു. എല്ലാവരും പടം എടുത്തു. ഞാനിത് 12 എണ്ണേ ഉള്ളൂ. ഞാനിതൊരു 8-10 പടം എടുത്തു. പിറ്റേ ദിവസം വന്ന് പിന്നെ അപ്പം ഞാനിവിടെ ഇത് ലേഖ സ്റ്റുഡിയോയാണ്. അപ്പം ഞാൻ അവിടുന്ന് പോന്നിട്ട് ലേഖ സ്റ്റുഡിയോ തുടങ്ങി ഒരു പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ അവിടെയാണ് ഈ ചെല്ലമ്പിള്ളയായിട്ടൊരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങി. അപ്പോൾ അവിടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഓടിക്കൊണ്ടൊന്ന് പ്രസ് ക്ലബ്ബിൽ കൊണ്ടുവരിക കാണിച്ചപ്പോഴത്തേക്ക് റോയിയും മാടപ്പള്ളി ജോസഫ് UNA പുള്ളിയും കൊണ്ട് ഇതിന് ക്യാപ്ഷനും എഴുതി തന്നു. ഇവിടെ തനിക്ക് കിട്ടും ഉറപ്പാണ്, നല്ല ബെസ്റ്റ് പടമാണ്. ഏതാണെങ്കിലും എനിക്കത് ഫസ്റ്റ് കിട്ടി. അത് ശരി, അവിചാരിതമായിട്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഈ ആർ ബ്ലോക്കിലെ ആ ഒരു പടം കൊണ്ട് അറിയാതെ തന്നെ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ വൈറലായി. അതാണ് ഒരു ടേണിംഗ് പോയിന്റാണ്. പക്ഷെ അത് എനിക്ക് വലിയ പറയാതെ ജീവിതത്തിൽ അത് മറക്കാനേ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് രസം എന്താന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞോടനെ മനോരമയെന്ന് വിളിച്ചപ്പോൾ ഞാൻ പ്രസ് ക്ലബ്ബിൽ ചെന്നു. എൻ്റെ കൂട്ടത്തിൽ 5-8 പേര്, ഞങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ രാജുവും റോയി എല്ലാവരും കൂടി 5-6 പേര് കൂടി നേരെ മനോരമയിൽ ചെന്നു. മാത്തുകുടിച്ചാൻ്റെ മുറിയിൽ ചെന്നു, ചായയൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കവർ തന്നു. ഞാൻ നോക്കുമ്പോൾ 500 രൂപയുടെ ഒരു ചെക്ക്. അന്നത്തെ കാലമാണ്, വലിയ എമൗണ്ടാണ്. അതെ, ക്യാഷ് പ്രൈസ്. അപ്പോൾ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഉണ്ടല്ലോ. നേരെ അംബാസഡറിലോട്ട് കയറി, തകർത്ത് നേരെ വളരെ അടുത്തായിരുന്നല്ലോ അല്ലേ? നേരെ അടുത്തല്ലേ. അപ്പം അവിടെ ഒരു ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് 250 രൂപ 200 രൂപയായിട്ട് മിച്ചം കിട്ടി. അല്ല, സാധാരണ ആഘോഷമൊക്കെ കഴിഞ്ഞാൽ പ്രൈസ് മണിയൊക്കെ കൂടുതൽ കടവാ വരാം. കടവാ വരുന്നത്. ഇത് അങ്ങനെയായിരുന്നു സംഭവം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഏതാണ്ട് ദൈവം മാധുരിച്ചാനെ കൊണ്ട് പറയിപ്പിച്ച പോലെയാണ്. കാരണം എനിക്ക് കിട്ടിയില്ല, വേറെ ആൾക്ക് കിട്ടിയാലും എനിക്ക് തോന്നും. പക്ഷെ എനിക്ക് അതൊരു വലിയ സംഭവമായി. അങ്ങനെയാണ് എൻ്റെ ഒരു ഉയർച്ചയുടെ ഒരു ചേഞ്ച് വന്നു. സമയത്ത് ഞാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടു. സിനിമാമാസിയായിട്ട് ബന്ധപ്പെട്ട് സിനിമാമാസിയുടെ പെണ്ണിക്ക് വേണ്ടിയിട്ട് പടം എടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് അപ്പോഴത്തേക്കൊരു കുറച്ച് വർഷങ്ങളായി. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് മനോരമയിൽ ഈ പടം എല്ലാ എഡിഷനിലും വന്നു. ആ കൂട്ടത്തിൽ കേരളത്തുണി ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും, കേരള ഭൂഷണം, തനിനിറം എല്ലാ പത്രങ്ങളിലും വന്ന്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ മലയാള നാട് SK ചേട്ടൻ വരെ കൊടുത്തു. മറ്റേതൊരു പാർട്ട്ണർഷിപ്പായിരുന്നു. അപ്പോൾ അത് എൻ്റെ ലേഖ സ്റ്റുഡിയോ. അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റുഡിയോ മേടിച്ചു. കൊടുക്കാൻ പൈസ ഇല്ല, എൻ്റെ ഫാദർ തരികയില്ല. സ്റ്റുഡിയോ തുടങ്ങാൻ എൻ്റെ ഒരു അമ്മാവൻ തരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മാവനോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് വിലക്കി. അതുകൂടാതെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു വാസുദേവനായരുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ. അച്ഛൻ അന്നേരം സാറിനെ ഒരു LIC ജീവനക്കാരനായി കാണാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഈ വാസുദേവനായരോട് ഞാൻ ചെന്ന് ചോദിച്ചു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യമുണ്ട്, സ്റ്റുഡിയോ തരാം. അതിനുള്ള ആവശ്യം കൂടി 10,000 രൂപയല്ലേ ഉള്ളൂ തരാം. അപ്പോൾ ഞാൻ 9,000 രൂപ സ്റ്റുഡിയോയ്ക്ക് കൊടുത്താൽ മതി, അപ്പോൾ എനിക്ക് കിട്ടും. കെട്ടിട ഉടമസ്ഥനോട് ചോദിച്ചു, എല്ലാം സമ്മതിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ അറിയാതെ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ മകൻ വന്നിരുന്നു, എൻ്റെ പൊന്നു വാസുദേവനാരെ, അവനെ ശാല ഉഴപ്പനാണ്, എന്ത് ചെയ്താൽ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല, ഒന്നാന്തരം ജോലി LIC കിട്ടിയാണെന്നൊക്കെ പറയും. പുള്ളി തന്നില്ല. അവസാനം എന്താണെന്ന് വെച്ചാൽ ചെല്ലപ്പമുള്ള കാശ് മുടക്കി ഞാൻ കാശുണ്ടാകുമ്പോൾ കൊടുത്താൽ മതി എന്നുള്ള ധാരണയിൽ ഞങ്ങൾ തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ ലാഭമായി കഴിഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ചിത്ര തുടങ്ങിയ കഥയല്ലേ പറയുന്നത്? അല്ലല്ല, ലേഖ തുടങ്ങിയത്. അപ്പോൾ അത് തുടങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞപ്പം ഈ ആനന്ദമന്ദിരത്തിൽ അന്ന് പ്രസ് ക്ലബ്ബൊക്കെ അവിടെ ആനന്ദമന്ദിരത്തിൽ. അപ്പോൾ ആനന്ദമന്ദിരത്തിൽ ഒരു പുരുഷോത്തമൻ നായർ ഇവരൊക്കെ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ലതാണോ. അപ്പോൾ ഇവർ ചെല്ലമ്പള്ളിയോട് ചോദിച്ചത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു എനിക്ക് ലാഭമായി, കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു 10-10:30 വൈക്കത്തൊരു പരിപാടി കഴിഞ്ഞിട്ട്, അപ്പം ഞാൻ സ്റ്റുഡിയോയിലായും പകലും ജോലിയാണ്. പടം എടുക്കണം, റീടച്ച് ചെയ്യണം, അതിൻ്റെ കോപ്പി എടുക്കണം. അത് മാനേജരായിട്ട് എൻ്റെ കൂട്ടത്തിൽ ഒരു സ്വാമിയുണ്ട്, നേരത്തെ എൻ്റെ കൂട്ടത്തിൽ നല്ല വിശ്വസ്തനായിരുന്നു. അദ്ദേഹം ഉണ്ട്, പുള്ളി വാഷ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഞങ്ങൾ രാവിലെ പടം, ഏത് പടം എടുത്താലും പിറ്റേ ദിവസം രാവിലെ സ്റ്റുഡിയോയിൽ. അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. ഒടുക്കി ചെല്ലുമ്പോൾ ഒന്നൊരു ദിവസം എന്നോട് പറഞ്ഞു, വിഷ്ണുണ്ടി അപ്പോൾ രാത്രി 10:30 ഞാൻ ജോലി ചെയ്യുന്നു, സ്വാമിയുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, വിഷ്ണുണ്ടി ഇത് ഞാൻ പാർട്ട്ണർഷിപ്പാണെന്നൊക്കെ ഇത് ആരോടൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ആരോട് പറഞ്ഞു? അല്ല പുരുഷോത്തമൻ നായരോടൊക്കെ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞോ.
എന്നാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് രോഗം പിടികിട്ടി. പിറ്റേ ദിവസം രാവിലെ മുതൽ ഞാൻ സ്വന്തമായിട്ട് സ്ഥലം അന്വേഷിക്കുക. അങ്ങനെ വന്നിട്ട് ഈ ചിത്ര സ്റ്റുഡിയോയുടെ ഇപ്പം ഇരിക്കുന്ന മൈസൂർ കോഫി സ്വാമിയുടെ അടുത്ത് പിറ്റേ ദിവസം രാവിലെ തിരുനക്കര അമ്പലത്തിൽ പോയിട്ട് ഞാൻ നേരെ വന്ന് സ്വാമിയോട് വന്ന് സ്ഥലം ചോദിച്ചു. അന്നേരം സ്വാമി പറഞ്ഞാൽ അത് വാടകയ്ക്ക് കൊടുത്തേക്ക്. ഇത് കൊമേഴ്സ്യൽ ഏരിയ ആയിട്ടില്ല, ഇത് റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ജോലിയുള്ള ആരാണ്ട് താമസിക്കുന്നത് മാറട്ടെ എന്ന് പറഞ്ഞു. 2 കൊല്ലം. അപ്പോൾ ഈ 2 കൊല്ലം എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ട് ഒരു ജോണിയുണ്ട്. അപ്പം ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് ഇത് കിട്ടി. ഇത് കിട്ടിയപ്പം സ്വാമിയും പറഞ്ഞു, ഇവിടെ നീ ഒരു കാര്യം, എൻ്റെ മകൻ കേശവനുണ്ട്, പുള്ളി കോപ്പറേറ്റീവ് ബാങ്കിൽ പിന്നെ മാനേജരാണ്, കേശവനെ കൂടെ കൂട്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നെ ഒഴിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടൊരു പാർട്ട്ണർഷിപ്പ്. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. പക്ഷേ ഇന്നും ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഇത്തിരി ഏജ് ആയി വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചിത്ര സ്റ്റുഡിയോ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും പോകുന്നത്. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ലേഖ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ അന്ന് ഈ പൊട്ടംകുളത്തെ ഒരു സീനിയർ സ്കറിയ എന്നും പറഞ്ഞ മനുഷ്യനുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനുമായിട്ട് പുള്ളി ഈ പല ഫംഗ്ഷന് വരികയും പടം എടുക്കുകയും, ഇന്ദിരാഗാന്ധി ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്നെ ആ പുള്ളിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പോയി ഫോട്ടോ എടുത്തു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഈ ആൽബം കൊണ്ട് കൊടുത്തു. ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, അപ്പം ഞാൻ ലേഖ സ്റ്റുഡിയോയില്ല, അവിടുത്തെ ഓർഡറാണ്, അവിടെ നിന്നിട്ടുള്ള ഓർഡറാണ്. അപ്പം എനിക്ക് അതിൻ്റെ ബില്ലും ഒക്കെ തന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി 10 ആൽബം വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഫണ്ട് പൈസ ഇല്ല. അങ്ങനെ ഞാൻ രാവിലെ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ പോന്ന് കോട്ടയത്ത് വന്ന് ചന്തക്കടവിലൊരു പിന്നെ തമിഴ്ക്കാരനൊരു ഒരാളുണ്ട്, പിന്നെ അത് ചിദംബരം, അങ്ങനെയാണ് പുള്ളിയുടെ പേര്. ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നിട്ട് ഒരു ക്യാമറ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചു, എനിക്ക് ക്യാമറയൊന്ന് ഇന്നത്തെ കൊണ്ടുവരണം, ഞാൻ 2-3 കല്യാണം ബുക്ക് ചെയ്ത് പോയിരുന്നു. നല്ല ക്യാമറ, റോളിക്കോടാ. പുള്ളിയെടുത്ത് 2 കൈ നീട്ടി തന്നു. മുൻപരിചയം ഉണ്ടായിരുന്ന ആളാണ്. മുൻപരിചയം കതിരേശൻ അവരുടെ നാട്ടിലൊക്കെ പോയി ഞാൻ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഫാദറിലോ മലേഷ്യയിൽ നിന്ന് കൊണ്ട് കൊടുത്ത ക്യാമറ ഇതെനിക്കറിയാമായിരുന്നു. പിന്നെ ഞാൻ ആ ക്യാമറ വെച്ചാണ് ഉപയോഗിച്ച്, ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ കല്യാണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ 10 ആൽബം എന്നുള്ളത് ഞാനിവിടെ ചിത്ര സ്റ്റുഡിയോ ഇവിടെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരെ വരും വൈഫായിട്ട്, കൃഷ്ണൻകുട്ടി എൻ്റെ ആൽബം ആയോ? അപ്പം ഞാൻ പറയും, അപ്പം ആയില്ല എന്ന് പറയും. അപ്പം എനിക്ക് അത്രയും പേപ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത്രയും ഇതുണ്ട്, അന്ന് പേപ്പർ ഷോർട്ടേജ്. അത് 10 ആൽബത്തിനുള്ള പേപ്പർ. അപ്പോൾ അത് വന്ന് പുള്ളി 12 ആൽബം ആക്കി. അങ്ങനെ ഈ 12 ആൽബം ഞാൻ കോപ്പി എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ ഈ 12 ആൽബം കൊടുത്തു? 12 ആൽബം കൊടുത്ത് ഇത് പേപ്പറും എടുത്ത് കോപ്പിയൊക്കെ എടുത്ത് വന്നപ്പോൾ കുറച്ച് താമസിച്ച് ഒരു മാസം 2 മാസമായി. അപ്പോൾ ആ ഫണ്ടാണ് ഞാൻ ഈ പിന്നെ ചിത്ര സ്റ്റുഡിയോക്ക് മുടക്കിയത്. അപ്പോൾ 10,000 രൂപ വരും. അതാണ് 12 ആൽബം ചെയ്ത് കിട്ടിയ പ്രതിഫലം. ഒരുപാട് പഴയകാല സിനിമാ നടന്മാരുടെയും നടികളുടെയും ഒക്കെ ചിത്രങ്ങൾ, അതുപോലെ സിനിമാ ലൊക്കേഷനുകൾ, അങ്ങനെയുള്ള യാത്രകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ധാരാളം ഉണ്ടായിരുന്നു. ആ ഓർമ്മ. അത് സിനിമാ മാസികയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തത്. മാസിക അത് ശങ്കരൻ നായർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ അവിടെ ഞാൻ ഈ പറഞ്ഞ ഒരു പടം എടുത്ത് കൊടുത്ത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ സ്ഥിരമായിട്ട് എന്നെ എടുക്കും. അപ്പോൾ മദ്രാസിലൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച താമസിക്കും, ഔട്ട്ഡോറിൽ പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അനുഭവം. ഒന്നാമത് ഈക്വൽ ഇതായിട്ടുള്ള ഇതാണ്, അത് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതല്ല. താമസിച്ചാലും അദ്ദേഹം താമസിക്കുന്ന ഒപ്പം തന്നെയാണ് നമുക്ക് റൂമും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ സാധിച്ചത് ആ ഒരു യാത്രയിൽ കൂടിയാണ്. പിന്നെ അങ്ങനെ പ്രേംനസീർ, സത്യന്, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ അടുത്ത് പോകാനും, കൊട്ടാരക്കര ചേട്ടന്. പിന്നെ അത് ഞാനൊരു ഒരു ഫാമിലി ബന്ധം പോലെ ഇതിനകത്ത് ബാസിച്ചേട്ടൻ, തിക്കുറിശി ചേട്ടൻ, പിന്നെ നമ്മുടെ MG സോമൻ, ഇങ്ങനെ എല്ലാവരുമായിട്ട് ഞാൻ പിന്നെ ഒരു ഫാമിലി ബന്ധം പോലെ ആയിപ്പോയി. അവരുടെയൊക്കെ കുടുംബങ്ങളായിട്ട് ഇപ്പോഴും ഇപ്പോഴത്തെ തലമുറകളൊക്കെ. അത് കഴിയുമ്പോൾ മോഹൻലാൽ ഇത് വന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ് പൂക്കളിനെ ഞങ്ങൾ കൊടൈക്കനാലിൽ പോയി അവിടെ വെച്ച് മോഹൻലാലിനെ കണ്ടു, പടം എടുത്തു. പക്ഷെ അന്ന് ലാലിന് അറിയത്തില്ല, ലാൽ ഇങ്ങനെ ഒരു ഷൈ ആയിട്ടുള്ള ഒരാൾ വന്നു
വരുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രിയദർശനായി, മമ്മൂട്ടിയായി, മമ്മൂട്ടിയുടെ ആദ്യത്തെ പടമായി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ അവരുമായിട്ട് പിന്നെ വലിയ സൗഹൃദമായി. ഇപ്പോഴും ലാലുമായിട്ട് വിളിക്കും. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ നാളിൽ ലാലിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ മനോരമയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ച് ഡേറ്റൊക്കെ കിട്ടുക, മനോരമയുടെ വാർഷിക പതിപ്പിന്. ഞാനും കൊണ്ട് നമ്മുടെ പനച്ചിപ്പുറമുണ്ട്, ജോസ് പനച്ചിപ്പുറം. അപ്പം ഞങ്ങളുടെ ഡേറ്റ് ചോദിച്ച് ഇങ്ങനെ മാറി 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 അവസാനം ഡേറ്റ് കിട്ടി. അപ്പോൾ ചെന്നപ്പോൾ എന്നോട് പഴയ പരിചയവും സ്നേഹങ്ങളും ഒക്കെ ഉണ്ടാകും. അന്നേരം മേക്കപ്പാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, സാറേ ഒരു 15 മിനിറ്റ് കൂടെ എടുക്കരുത്, കാരണം വരെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ 28 മിനിറ്റ് എടുത്ത് 140 ഫോട്ടോ എടുത്തു. ശരി. അപ്പോൾ അത് സെലക്ട് ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് പിന്നെ അത് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് വലിയ വൈറലായി ഇതെല്ലാത്തിലുമായിട്ട്. അങ്ങനെ ലാലുമായിട്ടും മമ്മൂട്ടിയായിട്ടും വിളിക്കും, ചിലപ്പോഴൊക്കെ വിളിക്കും, ചില മെസ്സേജ് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും ആ സ്നേഹം ഉണ്ട്. പിന്നെ എൻ്റെ ചിത്ര കളർലാവ് ഉദ്ഘാടനം ചെയ്തത് മോഹൻലാലാണ്. അത് മോഹൻലാലിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം. മോഹൻലാലിന്റെ ആദ്യത്തെ ഉദ്ഘാടനം. ശരി. കരിമ്പിൻ പൂവിന് അക്കരെ ഉള്ള പടത്തിനകത്തുനിന്ന്. ഇത് ഏതായിരുന്നു സ്ഥലം? ഏതായിരുന്നു ഇത്? പിന്നെ തിരുവല്ല. ആ ഭാഗത്ത് അത് ശരി. ഇത് ഇപ്പം ഞാൻ മോഹൻലാലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത പടം. അത് നമ്മുടെ കലണ്ടറിൽ ആക്കി അല്ലേ? പഴയൊരു പടം. അത് ശരി. ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പഴയ. ഇത് ഞാൻ ആ KSUവിന്റെ കാര്യത്തിലൂടെ സ്റ്റുഡിയോ വന്നത്, ഇവിടെ തന്നെ വന്നെടുത്തിട്ടുള്ള ആണ്. ഈ ചിത്രം എടുക്കാൻ വന്നപ്പോഴായിരുന്നോ മറ്റേ ഷർട്ടിന്റെ കഥ? ഷർട്ട് കീറുതായോണ്ട് പുള്ളി പോയി. അത് ശരിയാ. പിന്നെ വേറെ ഷർട്ട് വേറെ ആളുടെ ഷർട്ട് ഇട്ടിട്ട് പോയി. അത് ശരി. പിന്നെ രണ്ടാമത് വന്നെടുത്തതാണ് ഈ പടം. ഇത് മണിയമ്പിള്ള രാജുവിന്റെ കല്യാണത്തിനെടുത്താണ്. അത് ശരി. അപ്പം വരനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ നിർത്തിയെടുത്തിട്ടുള്ള. മോഹൻലാലുണ്ട്, ബാലേന്ദ്രമേനോനുണ്ട്, ശങ്കറുണ്ട്, സുകുമാരനുണ്ട്, അശോകനുണ്ട്, മമ്മൂട്ടിയുണ്ട്. അത് ഏതാ? വേണുനാഗവള്ളിയാണോ? വേണുനാഗവള്ളി. ഇത്രയും പേരുണ്ട്. മണിയമ്പിള്ള രാജുവിന്റെ കല്യാണത്തിന് വരനെ സ്വീകരിക്കാൻ നിൽക്കുന്ന. അത് ശരി. ഇത് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കുമല്ലോ എടുത്തതെന്ന് പറഞ്ഞാൽ പലതും ഭയങ്കര പ്രത്യേകിച്ച് ഈ സിനിമാ മാസികയുടെ കാലത്ത് ലൊക്കേഷനിൽ പോയ അനുഭവം ഒന്ന്. രണ്ടാമത് ഉദയ സ്റ്റുഡിയോയുടെ ഔട്ട്ഡോറിൽ പോകുന്നതാണ് ഏറ്റവും വലിയ ഒരു. അങ്ങനെയും പോയിരുന്നു അല്ലേ? ആ ഉദയ സ്റ്റുഡിയോയുടെ ഔട്ട്ഡോർ എന്ന് പറയുമ്പം അന്നത്തെ കാലത്ത് അപ്പച്ചൻ, പിന്നെ കുഞ്ചാക്കോ, ശാരംഗമണി, അപ്പം ഇവർ അവിടെ ഇൻഡോർ ആണല്ലോ ഷൂട്ടിങ്. അപ്പോൾ ഇൻഡോർ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തേക്കടി ഒരു ഔട്ട്ഡോർ പോകും. അപ്പോൾ അന്നേരം ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് അതൊരു ട്രിപ്പായിരുന്നു. അങ്ങനെയാണ് അപ്പച്ചൻ പറയുന്നത്. എല്ലാവരും ആർട്ടിസ്റ്റുകളും നസീറാണ്, ജയഭാരതിയായാലും തേക്കടിയില്ല. അപ്പോൾ തേക്കടി ഷൂട്ടിങ്. അപ്പോൾ ആ ഷൂട്ടിങ് കവർ ചെയ്യാൻ പോകുന്നത് നമുക്കും ഒരു വലിയ രസമാണ്. എല്ലാവരും പിന്നെ ഇന്നത്തെ പോലെ കാരവനില്ല. അപ്പോൾ ഇരിക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് തമാശ പറയാം. നമുക്ക് ന്യൂസുകൾ കിട്ടുക, തമാശ കിട്ടുക, ഗോസിപ്പ് കിട്ടുക, ഇതൊക്കെ കിട്ടാൻ അവസരം ഇപ്പോൾ ഇതൊന്നും കിട്ടുകയില്ല. ഫോട്ടോ സ്റ്റുഡിയോയുടെ ഇന്നത്തെ ഒരു സാധ്യത എന്താണ്? ഇനി മുന്നോട്ടുള്ള സാധ്യതകൾ വളരെ മോശമാണ്. എന്തുകൊണ്ടാണ്? വളരെ വഷളാണ്. എന്തുകൊണ്ടത്? അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ കാലഘട്ടം മാറിപ്പോയി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ വല്ല പാസ്പോർട്ടോ ഒക്കെ ഉള്ളൂ. ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇന്ന് മൊബൈലിൽ പടം എടുത്ത് കഴിയും വീട്ടിൽ. ഇപ്പോൾ കല്യാണത്തിന് പടം എടുക്കാം, കൊടുക്കാം, മൊബൈലെടുക്കാം, അന്നേരം തന്നെ കൊടുക്കാം. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ പഴയ കാലം പോലെയല്ല. പഴയ കാലം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ മാത്രമേ വിളിക്കുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലൊരു കല്യാണമുണ്ട്, അല്ലെങ്കിൽ സാറിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ആക്കി കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാൻ ആക്ച്വലി എന്നോട് ബുക്ക് ചെയ്ത് കഴിയും. പക്ഷേ അവർ പറയും ഞങ്ങൾക്ക് ഫോട്ടോ കൂടെ വേണം. അപ്പം നമ്മളെ കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്ത് ചെന്ന് സംഭവിക്കുന്നു, ഇവൻ പോയി എവിടെന്നെങ്കിലും 5-8 പിള്ളേരെ വിളിക്കും. അപ്പോൾ അവർക്കെല്ലാം ക്യാമറ കാണും. അവർക്ക് 2000, 3000, 5000, ഇപ്പോൾ അതിൽ കൂടുതലായി. അപ്പോൾ ഈ പെൻഡ്രൈവ് മേടിച്ചേച്ച് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഇതിൻ്റെ ഈ ഫോട്ടോ ആൽബത്തിൻ്റെ ഡിമാൻഡ് കളഞ്ഞു. ഈ രംഗം ഒരു പ്രതിസന്ധിയിലാണ്. സ്റ്റുഡിയോസ് വളരെ പ്രതിസന്ധി. ഒത്തിരി കൊച്ചു സ്റ്റുഡിയോകളൊക്കെ നിന്നുപോയി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് ഈ ഫോട്ടോഗ്രാഫി രംഗം ഒരുപാട് അപ്ഗ്രേഡ് ചെയ്ത് വന്നു. അന്നത്തെ ആ അപ്ഗ്രഡേഷനിൽ ആ ഒരു പ്രോസസ്സിൽ ആ ഒരു കാലഘട്ടം പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ ഒരുപാട് അന്നത്തെ കാലത്തെ പേരുകേട്ട സ്റ്റുഡിയോകൾ പലതും ഷട്ടറിട്ട് പോയി. അപ്പോഴും ചിത്ര സ്റ്റുഡിയോ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നു. എന്താണ് അങ്ങനെ ഒരു അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു കരുത്തുണ്ടായത്? എന്താ അതിന് കരുത്തുണ്ടായത്? ഒന്ന് നമ്മുടെ ഹാർഡ് വർക്ക്,
എൻ്റെ കയ്യിൽ കിട്ടിയ ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടുന്ന ക്യാമറ ജി രാമൻ നായരുടെ കല്യാണത്തിന് ഒരു ഹസൽബ്ലാഡ് ക്യാമറ എൻ്റെ ഒരു സുഹൃത്ത് പുരുഷനെ ഞങ്ങൾ വിളിക്കുന്ന പുരുഷൻ ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്കൊരു എന്നാ ക്യാമറയാണ് ഞാൻ പറഞ്ഞു ഹസൽബ്ലാഡ് ചുമ്മാ പറഞ്ഞു കാരണം അത് ചന്ദ്രനിൽ കൊണ്ടുപോയ ക്യാമറയാണ്. അത് ശരി. പുള്ളി നേരെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞോണ്ടേ ഒരു അക്ഷരം പ്രദേശ് എന്നും പറഞ്ഞൊരു ക്യാമറ സ്റ്റോർ ഉണ്ട്. അപ്പോൾ ഒരു അറബീഡിയ അയാൾ കാടുമായിട്ട് ബന്ധമുള്ള അപ്പോൾ പറഞ്ഞു എനിക്കൊരു ക്യാമറ വേണം എന്താണെന്ന് ചോദിച്ചു. പുള്ളി ഹസൽബ്ലാഡെന്ന് പറഞ്ഞു എടുത്ത് കൈ കൊടുത്തു. അതൊരു ഗിഫ്റ്റായിരുന്നു, പൈസ മേടിച്ചില്ല. പക്ഷേ അന്നത്തെ കാലത്ത് അതിന് 1,00,000 രൂപ വിലയാണ്. അന്നത്തെ കാലത്ത് ഈ ഉമ്മൻചാണ്ടി സാറും ഒക്കെ ആയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന് പിന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ പുള്ളി യൂത്ത് കോൺഗ്രസ്സിലുള്ള സമയത്ത് അല്ലാണ്ട് കുറച്ച് പേര് ഉന്തി തള്ളി ഇവിടെ കൊണ്ടുവന്നു. അത് ശരി. കൃഷ്ണൻകുട്ടി പടം എടുക്കണമെന്ന് പുള്ളി ഷർട്ട് കീറുക, അപ്പോൾ ഷർട്ട് കീറുക, ഷർട്ട് ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് വേറെ ആരാളുടെ ഷർട്ട് ഊരാൻ നോക്കിയിരിക്കും പാകാതെയില്ല. അങ്ങനെ പോയി. പിന്നെ വേറൊരു സമയത്ത് വന്ന് എടുത്തിട്ട് കൊണ്ടുപോയാണ് അവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പല പടങ്ങളും പിന്നെ അങ്ങനെ മന്ത്രിയായപ്പോൾ ഞാൻ ഈ കാടമ്പം ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ പല ഭാരവാഹിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം കോട്ടയത്തിൻ്റെ പരിചയം വെച്ചിട്ട് സെക്രട്ടേറിയറ്റ് ചെന്നാലും ഒക്കെ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയായപ്പോൾ എനിക്ക് കാണാനായിട്ടൊരു ഒന്നാമത് നമ്മൾ ഈ പത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്നത് കൊണ്ട് ഇടിച്ചു കയറി കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടുക്കിക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ഷന് വരുന്നത് സുരേഷ് കുറുപ്പ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി, TM ജേക്കബ്, മാണി സാർ, പിന്നെ റോഷി അഗസ്റ്റിൻ, PT തോമസ്, ഇവരെല്ലാം ആ കാലത്ത് ഇവരുടെയൊക്കെ ആദ്യ ഇലക്ഷൻ പോസ്റ്റർ ഇവിടുന്ന് എടുക്കുന്നത്. പക്ഷേ അതിനകത്തുനിന്ന് പല ആൾക്കാരും പിന്നെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വൈക്കം വിശ്വചേട്ടൻ ഇവരെല്ലാം ഇവിടുന്നായിരുന്നു. പിന്നെ വന്നപ്പോൾ അവർക്കെല്ലാം പാർട്ടി ഫോട്ടോഗ്രാഫറാണ്. ഒരുപാട് ചിത്രങ്ങൾ എടുത്തെങ്കിലും ഇനിയും ഇപ്പം ഈ ഒരു 80-ാം വയസ്സിലെത്തി നിൽക്കുമ്പോഴും ഒരു ചിത്രം അല്ലെങ്കിൽ ഒരിക്കൽ കൂടി മുമ്പെടുത്ത ഒരു ചിത്രം, ഒരാളുടെ ചിത്രം, ആ ആളുടെ ചിത്രം ഒരിക്കൽ കൂടി എടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിത്രമുണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ എനിക്ക് മമ്മൂട്ടിയുടെ പടം എടുക്കണം ഒരാഗ്രഹമുണ്ട്. മമ്മൂട്ടിയുടെ പടം എടുക്കണം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ പടം എൻ്റെ ഇല്ല, മോഹൻലാലിൻ്റെ പടമുണ്ട്. അപ്പം ആ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ കുറേ ആദ്യകാലത്തെ കുറേ പടങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്തുന്ന എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ പല ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ബുക്ക് ഞാൻ എഴുതുന്നു. അതെന്താ? അത് എൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ആത്മകഥാംശമുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരായോ? ഇല്ല പേരായിട്ട്. എന്നത്തേന് അത് പ്രസിദ്ധീകരണം? അത് എനിക്ക് 80 വയസ്സെന്നുള്ള ഉദ്ദേശിച്ചതാണ്. അതിപ്പോ ഇല്ല, അത് ഭംഗിയായിട്ട് ഇറക്കാം. അല്ല, 81 വയസ്സ് വരെ 80 വയസ്സാ. 80 അത് തന്നെ. അപ്പൊ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ള ഉദ്ദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ അത് കൊടുത്ത് നല്ല രീതിയിൽ ഇറക്കണം എന്നുള്ള രീതിയിൽ. ഇതിനോടകം ഒരുപാട് അവാർഡുകൾ, പുരസ്കാരങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം കൽപ്പിക്കുന്നതായ ഒരു അവാർഡ് അത് പിന്നെ മനോരമയുടെ 500 രൂപ അവാർഡ്. 500 രൂപ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതും അന്നത്തെ കാലത്ത്. അത് ശരി. വേറെ അംഗീകാരങ്ങൾ ഫോട്ടോഗ്രാഫർ ഞാൻ അതിപ്പോൾ എൻ്റെ ആ പടങ്ങൾ പോയി. എനിക്കൊരു എറണാകുളത്ത് കൃഷ്ണനായ സ്റ്റുഡിയോ ഒരു ഓൾ ഇന്ത്യ ഫോട്ടോഗ്രാഫി മത്സരം. അപ്പോൾ അതിന് പോർട്രേറ്റ്സിൻ്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടി. അത് എനിക്ക് ഓൾ ഇന്ത്യ ആയിരുന്നു, അത് കിട്ടി. പിന്നെ വേറെ എന്ന് പറയാം, പിന്നെ ചെറിയ ചെറിയ ഓരോ പരിപാടികളും. പിന്നെ എനിക്ക് കൃഷിയിൽ കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനം. കൃഷിയിൽ എന്താ ഈ അടുത്ത ഇടയ്ക്ക് ഒരു നല്ല ഏലം കൃഷി എന്നുള്ളത്? ഏലം കൃഷി അത് കേരളത്തിലെയാണോ അതോ? അത് ഓൾ ഇന്ത്യ ലെവലാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ആ പുരസ്കാരം. അത് എന്ത് പുരസ്കാരമായിരുന്നു? ഏറ്റവും നല്ല ഏലം കർഷകനുള്ള പുരസ്കാരം. 1,00,000 രൂപയും അവരുടെ ഒരു ഫലകവും ആണ്. അതെ. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് പുതിയ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട്, ഒരു സംരംഭകരായിട്ട് വരാൻ സ്റ്റുഡിയോ ഇട്ടിട്ടാണെങ്കിലും അല്ലാതെ ഇനിയും ഈ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർമാരായിട്ടാണെങ്കിലും ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, അവർ നല്ല പ്രൊഫഷണലായിട്ട് പഠിച്ച് പ്രൊഫഷണലായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജോലിക്കാരെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നല്ലതാണ്. അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ തിരുനെറ്റിയിലെ തിലകക്കുറിയായ തിരുനക്കരയിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി ഒളിമങ്ങാത്ത ഫ്രെയിമിൽ നിലകൊള്ളുകയാണ് ചിത്ര സ്റ്റുഡിയോയും അതിൻ്റെ ഉടമ ശ്രീ ചിത്ര കൃഷ്ണൻകുട്ടിയും. 6 പതിറ്റാണ്ട് നീണ്ട ഫോട്ടോഗ്രാഫി കരിയറിൽ പ്രസ് ഫോട്ടോഗ്രാഫറായി തുടങ്ങി സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറായും
രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫറായും ഫോട്ടോഗ്രഫിയുടെ സമസ്ത മേഖലകളിലും തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിനും ചിത്ര സ്റ്റുഡിയോയ്ക്കും അദ്ദേഹത്തിൻ്റേതായി ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.